നല്ല അടിപൊളി പടമായിരുന്നു. എനിക്ക് എന്താ പറയുക, ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ നെക്സ്റ്റ് ഇഷ്ടപ്പെട്ട മൂവിയാണ്. 1000 കോടിയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളി സിനിമ, വിഷ്വൽ ട്രീറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ ശോഭനയൊക്കെ കുറേ നാൾക്ക് ശേഷം സ്ക്രീനിൽ വരുന്നതാ. പുള്ളിക്കാരി നല്ല രസമായിരുന്നു. ഫസ്റ്റ് പാർട്ട് എനിക്ക് എവിടേക്കും ഒരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് കയറി വന്നിട്ടുണ്ട്. അങ്ങനെ ബോറടിപ്പിക്കുന്ന ഒരു എലമെൻറ്റോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. നല്ല സിനിമയായിരുന്നു. തിയേറ്റർ വാച്ച് മസ്റ്റാണ്. വീട്ടിലിരുന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല. ഇവിടെ വന്ന് ആ ഒരു മ്യൂസിക്കും എല്ലാം കൊണ്ട് നല്ല സൂപ്പറായിരുന്നു. നല്ല രസമാണ്. നല്ലൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് തുടങ്ങി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ മനസ്സിലാവും ഹോളിവുഡ് പോലെ തന്നെ ഒരു ഉടായ്പൂല്ല. നല്ല രസമുണ്ട്. ഇത് പടം കാണാനാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പടം കാണാനാണ്. നല്ല പടം, നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണം എനിക്ക്. പിന്നെ പ്രഭാസിന്റെ ഒരു എൻട്രി ഒന്നും അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ബാക്കി വെച്ച് നോക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പ്രഭാസ് ഏകദേശം സെക്കൻഡ് ഹാഫിന് ശേഷമാണ് എനിക്ക് സെക്കൻഡ് പാർട്ടിലാണെന്ന് തോന്നുന്നത് കുറച്ചും കൂടെ എനർജറ്റിക് ആവും തോന്നുന്നു. കുറെ ഹൈപ്പുണ്ട്. എന്നാലും താഴെ ഇറങ്ങേണ്ടതുണ്ട്. ആ പഴയ ബാഹുബലി തിരിച്ചു വന്ന് വിഷ്വലി നല്ല ട്രീറ്റ് ആയിരുന്നു കേട്ടോ. കാര്യം നല്ല VFX അലമ്പില്ല, ഒരു ഹോളിവുഡ് റേഞ്ച് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അത് അത്രയ്ക്ക് വന്നില്ലേലും എന്നാലും ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. ഇന്റർവെൽ സീൻ വാസ് ടു പീക്കായിരുന്നു എനിക്ക് തോന്നിയില്ല. ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ള പാട്ടുകളായിരുന്നു ഏറ്റവും നല്ലത്. ആൻഡ് ബേസിക്കലി പടം പൊക്കിയെടുത്തോണ്ട് പോയത് അമിതാഭ് ബച്ചൻ തന്നെയാണ്. അമിതാഭ് ബച്ചനായിരുന്നാലും ദീപിക പദുക്കനായിരുന്നാലും ശോഭനെ പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് ക്യാമിയോ സീൻസ് ഉണ്ടല്ലോ, ഈച്ച് ആൻഡ് എവരി ക്യാമിയോ സീൻസ് നൈസ്. അത് ക്യാമിയോ സീൻസ് ആരൊന്നും പറയാനില്ല, തിയേറ്ററിൽ വന്ന് തന്നെ കാണുക ക്യാമിയോ സീൻസ്. പിന്നെ അമിതാഭ് ബച്ചൻ എടുത്തോണ്ട് പോയി. പിന്നെ ആദിപുരുഷ് വെച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് കണ്ടൊരു പ്രഭാസമുണ്ട്. അതല്ലാതെ ഇതിന് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു സീൻ വരുന്നുണ്ട്. സോ ഇതും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പ്രഭാസിന്റെ ആ ഒരു കഴിഞ്ഞ പടത്തിലുണ്ടായിരുന്ന ആ ലാഗൊക്കെ ഉണ്ടല്ലോ, അത് ഈ പടത്തിൽ അങ്ങ് തീർന്നിട്ട് ബാഹുബലി ആ വൈബല്ല. പ്രഭാസ് മാറി. ബട്ട് വെൻ യു സീൻ എഗേര സ്ക്രീനിൽ കാണുമ്പില്ലേ, നമ്മൾ ആദിപുരുഷ് കണ്ട ഒരു വൈബുണ്ട്, ഒരു ലുക്കില്ല. അത് 600 കോടി പിടിക്കിട്ട് എന്താണ് കാണിച്ചതെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. ബട്ട് ഈ പടത്തിൽ കാണുമ്പോഴേക്കും ലാസ്റ്റ് വരുന്ന ക്ലൈമാക്സ് സീൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, തിയേറ്ററിൽ വന്ന് തന്നെ കാണാൻ ശ്രമിക്കുക എല്ലാവരും. മൊത്തത്തിൽ നോക്കിയാൽ ഭയങ്കര സൂപ്പർ ഹിറ്റ് എന്നുള്ള ലെവലിൽ പറയുന്നില്ല. പക്ഷേ എന്നാലും എബോ ആവറേജ് അതിലും ഉപരി നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ഓർ ബിലോ ആവറേജ് ആണ്. സെക്കൻഡ് ഹാഫ് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ഗ്രാഫിക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ഇന്റർനാഷണൽ ലെവൽ ഇംഗ്ലീഷ് മൂവീസിന്റെ ലെവലിൽ ഗ്രാഫിക്സ് ഉണ്ട്. അതിന് ഹാറ്റ്സ് ഓഫ് നാഗശ്വിൻ്റെ കൊടുത്തേ പറ്റും. ഡയറക്ഷൻ ലെവലും നന്നായിട്ടുണ്ട്. സൗണ്ട് എഫക്ട്സ് ഇമ്പാക്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്. സൗണ്ട് എഫക്ട്സ് ഒക്കെ ഒരു രക്ഷയില്ല. നമ്മൾ സലാർക്കൊക്കെ ഒരു മുഖത്തിന് വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്തൊരു ആക്ടിംഗ് ഒക്കെ വന്നിരുന്നത്, അതൊക്കെ മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ കുറച്ച് ആദിപുരുഷ് സഹോന്റെ ഒക്കെ ഒരു മിക്സ് പോലെയൊക്കെ തന്നെ ഒരു ചെറിയൊരു തോന്നുന്നു ലാഗ് അടിക്കുന്നതെന്ന്. പിന്നെ സെക്കൻഡ് ഹാഫ് നല്ലോണം നമ്മളെ ക്യാപ്ചർ ചെയ്തിരുന്നുണ്ട്. ക്ലൈമാക്സ് മനോഹരമായിട്ടുണ്ട്. ഇന്റർവെല്ല് പിന്നെ അവസാനം കൊണ്ട് നിർത്തുന്ന ആ ഒരു ഇതൊക്കെ ഭയങ്കര പിടിച്ചിരുന്നു. സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട് എല്ലാവരുടെ റോളുകൾ? എങ്ങനെയുണ്ട് പ്രഭാസിന്റെയും പ്രഭാസിൻ്റെത് ഇൻട്രോ സീനും അങ്ങനെ കുറച്ച് എനിക്ക് അത്ര പിടിച്ചില്ല. പക്ഷെ ബാക്കിയെല്ലാം ഓക്കെ. പ്രഭാസിന്റെ ബാക്കി പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സെറ്റായിരുന്നു. വിഷ്വലി എങ്ങനെയുണ്ട്? വിഷ്വലി കിട്ടില്ല, ഒരു രക്ഷയില്ല. ഒരു ഹോളിവുഡ് റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അത്ര അവസാനോട്ടൊക്കെ വരുമ്പോൾ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് വേറെ ഇതില്ല പടം കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മികച്ച ഒരു അപരാധം പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തച്ചുടച്ച് കളഞ്ഞു. ഒരു സിനിമ തുടങ്ങി ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം അത് മഹാഭാരതം കാണിച്ചപ്പോഴത്തെ മഹാഭാരതത്തിൻ്റെ ഒരു വാർ സീക്വൻസ്, അത് സത്യം പറഞ്ഞൊരു ക്ലീഷയാണ് നമ്മൾ, കാരണം നമ്മൾ പല കാര്യങ്ങളിൽ കണ്ടത്. പക്ഷേ അത് എടുത്തിരിക്കുന്ന രീതി ഒരു മിസ്റ്റിക്കൽ ഒരു വേൾഡ് അല്ലെങ്കിൽ ആ ഒരു റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ പെട്ടെന്ന് കഥ ഒരു ടൈറ്റിൽ കാണിക്കുന്ന പോലെ പിന്നെ കുറേ ഏകദേശം 5000-6000 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴും പിന്നെ പ്രഭാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീൻസൊക്കെ കുറേ കൂടെ മലയാളി ഓഡിയൻസിന് അല്ലെങ്കിൽ മറ്റു ഓഡിയൻസ്, കാരണം അദ്ദേഹത്തിൻ്റെ ഫാൻസിന് വേണ്ടി ചെയ്തിരിക്കുന്നില്ല. അദ്ദേഹം ടിപ്പിക്കലായിട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കാണിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് എത്രത്തോളം അങ്ങനെ പ്രേക്ഷകർക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കണക്ട് ആവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതെ, ഞാൻ 3D ആണ്. നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് അത് എനിക്ക് തോന്നുന്നു ചിലപ്പം CD എന്താണെന്നറിയില്ല, ഇടയ്ക്ക് കുറച്ച് ചിലരുടെയൊക്കെ ഒരു ഫേസ് പോകുമ്പോഴത്തേക്കും മങ്ങി ആയിട്ട് എന്തൊക്കെ തോന്നി. പടം നൈസ് പടം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അതായത് എന്താ പറയുക, തുടക്കം മുതൽ അവസാനം വരെയും നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാം. അതായത് ബോറോ ലാഗോ ഒന്നുമില്ല. നമുക്ക് തുടക്കം മുതൽ അവസാനം തീരുന്ന ആ ഒരു മൊമെന്റ് വരെയും നല്ല എൻഗേജിങ് ആണ്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്.
എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ ആക്ടേഴ്സിനും സ്ക്രീൻ സ്പേസ് ത്രൂ ഔട്ട് ഉണ്ടെന്ന് പറയുന്നില്ല. നമ്മുടെ ചില വലിയ ആക്ടേഴ്സിനൊക്കെ സ്ക്രീൻ സ്പേസ് കുറവാണ്, പക്ഷേ അവരുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്കോർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല പെർഫോമൻസ് മെയിൽ ആക്ടേഴ്സിൽ അമിതാഭ് ബച്ചനാണ്. ഈ ഒരു ഏജിലും പുള്ളി പീക്ക് പെർഫോമൻസ് എന്ന് തന്നെ പറയാം, വേറെ ലെവലാണ്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി എക്സ്പ്രഷനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ ഫീമെയിൽ ആക്ട്രസ്മാരിൽ ശോഭന നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും. അതായത് എന്താ പറയാ, ലാഗോ ബോറോ ഒന്നുമില്ല. അതായത് 3 മണിക്കൂറല്ലേ വരുന്നത്? 3 മണിക്കൂറുണ്ട്. നമുക്ക് ഈ 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല ആക്ച്വലി. അങ്ങനെ ഒരു സംഭവമാണ്.